ഇതിന് കുറച്ചെടുത്ത് നമുക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ കുറച്ച് വെക്കുന്ന കുറച്ച് വിസ്തൃത ഉപയോഗിക്കുകയാണ് കേട്ടോ. നിങ്ങളെ പഠിപ്പിച്ചില്ല വേണ്ടിയാണ് ഇതിപ്പോൾ ഇത്രയും ചെയ്യുന്നത്. ഇനി ഈ ഫില്ലിംഗ് ആയിരിക്കും കല്ലുമ്മക്കായ്ക്ക് അകത്തേക്ക് പോകുന്നത്. ഞാൻ ഇത്രയും ഇൻഗ്രീഡിയൻസ് കല്ലുമ്മക്കായ കാണുമ്പോൾ ഞാൻ ഒരുപാട് സമയത്തിന് പരിപാടിയാണ്. ഇനി ഇത് ക്ലീനാക്കിയിട്ട് കല്ലുമ്മക്കായ എടുത്തുകൊണ്ട് മാവിൽ കാര്യം നമ്മളെല്ലാം ശ്രദ്ധിച്ചു. അത് നന്നായി കുഴച്ചെടുത്ത് അത് നന്നായിട്ട് തുറന്നു വെച്ചതിന് ശേഷം അതിലേക്ക് ഫില്ല് ചെയ്താൽ മതി. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ അധിക നേരം വെച്ചാൽ മതി. ഇതിനകത്തൊക്കെ മാവൊക്കെ വെള്ളമായി ചോദിക്കുന്നു. പിന്നെ ഇതിൽ കാലിയായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് ക്ലീനാക്കി ഇത് വെച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അപ്പോഴത്തേക്ക് മാവൊക്കെ റെഡി ഇത് വെച്ച് കഴിഞ്ഞ ഉടനെ വേഗം ഫില്ല് ചെയ്യുക, വേഗത്തിൽ ചെയ്യുക. നമ്മൾ ഈ കല്ലുമ്മക്കായ പൊടിച്ച് വെച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മാവൊക്കെ റെഡിയാക്കി നമ്മുടെ കയ്യിലും നിങ്ങൾക്ക് റെഡിയായിട്ട് വേണം അപ്പോൾ തന്നെ ഫില്ല് ചെയ്യണം. ഇല്ലെങ്കിൽ അതിനകത്തുള്ള സംഭവങ്ങളൊക്കെ പൊടിച്ചല്ലേ എല്ലാം പോകും. അപ്പോൾ അതിന് മുമ്പ് തന്നെ അത് ഫ്രഷ് ആയിട്ട് തന്നെ അത് ചെയ്യണം. ഇപ്പം നമ്മൾ ഏകദേശം ഒരു 10 നമുക്ക് കാണിക്കാൻ കുറച്ച് ഫില്ലാണ് ഭയങ്കര ഒറ്റോന്ന് പോകാൻ ഒറ്റയ്ക്ക് മതി. ഒട്ടും ക്യാൻസറൊക്കെ ഒരാൾ തന്നെ അത് ഇതിനെ നമുക്ക് കാര്യങ്ങളൊക്കെ അവിടെ കഴിക്കാം. കല്ലുമ്മക്കായ നിറച്ചാണ് നമ്മളെ കാണുന്നത്. നിറച്ചെന്ന് പറഞ്ഞതിൻ്റെ ആക്ച്വൽ മീനിങ് കൊടുക്കുന്ന കാര്യമില്ല. അരിക്കരിക്ക എന്ന് പറയുന്നതിൻ്റെ കാര്യം മലബാർ ഭാഗത്ത് കരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കല്ലുമ്മക്കായ. അപ്പം അരി കൊണ്ട് ഫില്ല് ചെയ്ത സംഭവം കാരണം അരിക്കരിക്ക. അപ്പോൾ കല്ലുമ്മക്കായയിലേക്ക് അരി കൊണ്ട് ഫില്ല് ചെയ്യുന്നതിന് പിന്നീടുള്ള പ്രോസസ്സ് പറഞ്ഞാൽ ആദ്യം പിഴിഞ്ഞെടുക്കുന്നത് പച്ചപ്പൂക്ക എടുക്കുക. പിന്നെ അത് എന്ത് പാത്രയിൽ അതിൽ വെച്ച് വെള്ളം വെച്ചിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കണം. ഒരു 10-15 മിനിറ്റ് കുക്കിംഗ് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ പരിപാടി കഴിഞ്ഞിരിക്കാൻ നമുക്ക് ഇനി ഇതൊന്ന് ഓഫ് ചെയ്യാം. ഓക്കെ ഇപ്പോൾ കല്ലുമ്മക്കായ ഇപ്പം വെന്തിട്ടുണ്ടാവും കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കഴിയും. ഇത് കൂടെ ഒന്നും ചേർത്തൊന്നും വേണ്ട. ഇത് ഡീപ്രൈ ചെയ്യണം. ഇതെടുത്തിട്ട് പരിപാടി തീർന്നു കേട്ടോ. ഇനി ബാക്കി പരിപാടി ഒഴിഞ്ഞ് വെച്ചിരിക്കുകയാണ്. നന്നായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കഴിവായിട്ടുണ്ട്. ഇനി അതാ തോട് പതുക്കെ നമ്മളങ്ങ് ഇളക്കി കളയണം. ഇത് ഇങ്ങനെ അപ്പോൾ തോട് മാത്രം വേണം കേട്ടോ. ആ ഫ്ലഷ് അതിൽ പറ്റി പിടിച്ചിരിക്കും. ഈ അരിമാവിൽ പറ്റി പിടിക്കും. ആ ഫ്ലഷ് അതിൽ പറ്റി പിടിച്ചിരിക്കും. തോട് മാത്രമല്ല ഇറക്കിക്കും. ഓക്കെ അപ്പോൾ നമ്മൾ ഓരോ പീസായിട്ട് ഇറക്കി എടുക്കാം കേട്ടോ. ആദ്യം 6 പീസ് ഉണ്ട്. നമ്മളെല്ലാം ഇറക്കിയെടുക്കണം. അതിന് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കഴിക്കണം. അതോ ഇത് മാത്രമേ നമുക്ക് ഈ നമ്മുടെ ചാരോടെയൊക്കെ ഇത് മാത്രമേ കഴിക്കാം സ്നാക്ക് പോലെ വേണമെങ്കിൽ വേണം ടോപ്പിംഗ് ചെയ്യാം. ഇത് മലബാറി ഡിഷ് തന്നെയാണല്ലേ? പണ്ടോടെ പരീക്ഷിച്ചു വന്നിരുന്നത്. ഇത് കണ്ണൂർ തലശ്ശേരി ഭാഗത്തൊക്കെ ഇതുവരെ അധികം എണ്ണ ഉപയോഗിച്ചില്ല. പക്ഷേ ഇനിയും കുറച്ച് പയ്യാനായിട്ട് കുറച്ച് എണ്ണ ഉപയോഗിക്കും കേട്ടോ. അതുപോലെ നമ്മൾ അതെല്ലാം ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ ആൻറ്റി ആ സമയം കൊണ്ട് നമ്മുടെ തോടിൽ നിന്ന് കല്ലുമ്മക്കായുടെ തോടിൽ നിന്നെല്ലാം ഇറക്കി ഇതൊക്കെ ഇതിന് റെഡിയാക്കിയിട്ട് പോലെ ഇനി നമ്മളിതൊന്ന് ഷാലോ ഫ്രൈ അല്ലേ? അതേ ഡീപ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം അതിന് നമുക്ക് ഇതിന് മസാലയൊക്കെ പ്രിപ്പയർ ചെയ്യണം. അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ പറഞ്ഞു നമ്മൾ ഇതിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നല്ലോ. ഇപ്പോൾ വണ്ടി മുളക് പൊടി അല്ല ഈ പാകം പോലെ നമ്മുടെ ആവശ്യത്തിന് പാനി 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടി. അങ്ങനെ പറഞ്ഞു മുളക് പൊടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. 1/4 ടീസ്പൂൺ അതിലേക്ക് അല്പം വെള്ളം ഒഴിക്കുക. നമ്മൾ നേരത്തെ എടുത്ത മഞ്ഞൾപ്പൊടിയിലേക്ക് ഉപ്പ് മുളക് പൊടി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിക്കുക. ആ ലായി നമ്മൾ ഇതിലേക്ക് ഒഴിക്കാം. ഇത് കല്ലുമ്മക്കായ ഇതിൽ മുക്കിയിട്ട് ഇതിൽ ഫ്രൈ ചെയ്യുക. മസാല ഇതിന് എണ്ണ ഒഴിക്കുക. ചട്ടി ചീനച്ചട്ടി നമ്മളെ ചൂടാക്കണം കേട്ടോ. ചൂടാക്കി ചീനച്ചട്ടിയിലേക്കായിരിക്കും ഇതിൻ്റെ ഫ്രൈ ചെയ്യുന്നത്. ജസ്റ്റ് ആ നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് അതിലേക്ക് അതിനകത്ത് ഒഴിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ഇടുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അരിച്ചെടുക്കാൻ
തേങ്ങയും സവോളയൊക്കെ ഫില്ലിങ് ആകാം. അതിൻ്റെ കൂട്ടത്തിൽ കരിമീൻകായ വെച്ചും കൂടെ കുറച്ച് ചെയ്യും. ഇതിൻ്റെ പ്രിപ്പറേഷനൊക്കെ നേരത്തെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇതിലൊന്ന് മിക്സ് എടുക്കണം. അത് ഫില്ല് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാ ബോൾസും അതിലേക്ക് നല്ല പുളിയുള്ള ചീനച്ചട്ടി എഴുതണം അല്ലേ? എല്ലാ ഭാഗം ഒരുപോലെ വെന്തെടുത്താണ് അതിനെ പറ്റി അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. എല്ലാം കൂടെ മോളി നമ്മൾ ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഫ്ലെയിം കുറച്ചിട്ട് വെക്കണം. എടുക്കുമ്പോഴേ ലോ ഫ്ലെയിം അല്ലേ? ലോ ഫ്ലെയിം ചെയ്യില്ല കേട്ടോ. നമുക്ക് 4 എണ്ണം അതെ. എത്ര നേരം ചെയ്യുന്നത്? ശാലോ ഫ്രൈ ഡീപ് ഫ്രൈ ചെയ്യുന്നില്ലല്ലോ നമ്മൾ. ശാലോ ഫ്രൈ ശാലോ ഫ്രൈ എല്ലാ ഭാഗവും ഒരുപോലെ വേകണം. കുറച്ചെണ്ണം മുങ്ങിയിട്ട് വേണ്ട. മുങ്ങിയിട്ട് വേണ്ട. ഒരു അര ഭാഗത്തിൽ മുങ്ങിയിരിക്കുന്നല്ലേ? അര ഭാഗം മുങ്ങിയിട്ട് രീതിയിൽ നമ്മൾ എണ്ണ നല്ല പുളിയുള്ള ചീനച്ചട്ടി ഇടാം. അതപ്പോൾ എണ്ണ അല്പം ഉപയോഗിച്ചാൽ മതിയായിരിക്കും. ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഞാൻ നേരത്തെ സംശയിച്ചായിരുന്നു ഇതിന്റെ മസാലയൊന്നും ഇല്ലാതെ ഇതിനെങ്ങനെയാണ് ടേസ്റ്റ് ഇതാണ് ഇതിൻ്റെ മസാല. ഇതാണ് ഇതിന്റെ മസാല. ഇപ്പോൾ മനസ്സിലായത്. കരിമീൻകായ ഉപയോഗിച്ച് വേറെ പലതരം ഡിഷസ് ഉണ്ടല്ലേ? ഉണ്ട്. കരിമീൻകായ തോരൻ പോലെയൊക്കെ അല്ലേ? തോരൻ പോലെയൊക്കെ ഉണ്ടാകാറുണ്ട്. കരിമീൻകായ ഇവിടെ എന്തൊക്കെ ഡിഷസാണ് ഉള്ളത്? മസാലക്കറി പോലെ വെക്കും. ഇറച്ചിക്കറി വെക്കുന്ന മാതിരി വറുത്തരച്ചിട്ട് അങ്ങനെ വെക്കും. അപ്പോൾ നമ്മുടെ കരിമീൻകായ നിറച്ചത് അല്ലേ ഇപ്പം പരുവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പതുക്കെ ഓരോന്നായിട്ട് എടുക്കാം. ഇതൊക്കെ ഫ്രൈ ചെയ്താൽ സ്വപ്പം സമയം എടുക്കും കേട്ടോ. കുറച്ച് സമയം എടുക്കും. കാര്യം അതിൻ്റെ എല്ലാ ഭാഗവും ഒരേപോലെ പാകമായിട്ട് വരാൻ അല്പം നേരം എടുക്കും. അതുപോലെ ഇടുമ്പോൾ എണ്ണ മുട്ടിക്കഴിക്കും. അതുകൂടെ എല്ലാവരും ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നമ്മളൊരു പതുക്കെ ഒരു പാത്രത്തിലേക്ക് ശ്രദ്ധിച്ചെടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റോളം 20 മിനിറ്റോളം നമ്മൾ എടുക്കേണ്ടി വരുന്നു ശാലോ ഫ്രൈ ആയിട്ട് വരാൻ. ബ്രൗൺ നിറാവുന്ന വരെ ഒന്ന് അത് ഫ്രൈ ചെയ്തെടുക്കുന്നത് എല്ലാം പൊരിയിരിക്കും. ഒരു 10-20 മിനിറ്റോളം ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ നമ്മളത് ആദ്യമേ ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ മുമ്പ് പരിപാടിയൊക്കെ സെറ്റ് ചെയ്ത് തുടങ്ങും കേട്ടോ. അതിന് സമയമാകുമ്പോൾ ഫ്രൈ ചെയ്ത് അടിച്ച് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിലൊക്കെ എടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് ആരെങ്കിലും വരുന്ന സമയത്ത് വേഗത്തിൽ മാവിൽ വെച്ചിട്ട് പിന്നെ അധികം ചൂടാറാതെ കഴിക്കുന്നതായിരിക്കും. ഇപ്പോഴും ആ ബഹളമുണ്ട് കേട്ടോ. കുറച്ച് അപകടം പിടിച്ച സംഭവമാണ്. എനിക്ക് നല്ലേ ടേസ്റ്റിയുള്ള സംഭവമായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അരിക്കലിക്ക നല്ല ചൂടൊക്കെയാണെങ്കിൽ പരുവായിട്ട് ഇരിപ്പുണ്ട്. ഇത് കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പക്ഷേ കാഴ്ചയിൽ എനിക്ക് ഒരു കാര്യം തോന്നുന്നത് കുറച്ചുകൂടെ എരിഞ്ഞ് അല്ലേ? കുറച്ചുകൂടെ നമ്മുടെ പരുവത്തിനനുസരിച്ച് എരി കുറച്ചുകൂടെ ആകണം. എനിക്ക് എരിഞ്ഞ് കുറച്ചുകൂടെ സൗകര്യം പോലെ നമുക്ക് കുറച്ചുകൂടെ നമ്മളിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കുന്നത്. അപ്പോൾ കളർ കൂടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അത്ര കിട്ടണമെന്നില്ല. അപ്പോൾ കുറച്ചുകൂടെ ചില്ലി പൗഡർ നമുക്ക് ഇഷ്ടമായിട്ട് കൂട്ടാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സാധനം. ഞാൻ പറഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കൊണ്ട് വളരെ നല്ലൊരു ഡിഷാണ്. ഹാറ്റ്സ് ഓഫ് ടു മലയാളി. അപ്പോൾ മലയാളി വളരെ ട്രഡീഷണലും റയറുമായിട്ടുള്ള ഡിഷ് നമ്മുടെ പ്രേക്ഷകരുടെ ശ്രദ്ധിച്ചതിന് വളരെ നന്ദിയുണ്ട്. അതിനോടൊപ്പം തന്നെ മായലിൻ്റെ മറ്റൊരു ഡിഷ് കൂടെ ഒന്ന് അടിച്ചു വരാൻ പോകണം. ചെറിയ പ്രേക്ഷകർക്ക് അനിയോട് റെസ്റ്റ് കൊടുക്കാനായിട്ട് ഇതൊക്കെ നമ്മൾ ഈസിയായി അതിനൊക്കെ വീട്ടിൽ വരുന്നതാണ്. അത് ഡിഷിൻ്റെ പേരെന്തായിരിക്കും? വാഴക്ക പത്തിരി ഉണ്ടാകും.